നമ്മൾ ബ്ലെൻഡറിൽ ഒരു നോർമൽ ടേബിൾ, ഒരു ചെറിയ ബോക്സ് ടേബിൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു റീറ്റെയിലിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാനാണ്, റീറ്റെയിലായിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഞാൻ വരും വീഡിയോകൾ പഠിച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യാം. സോ ഞാൻ പഠിക്കുന്ന ഓരോ റെക്കോർഡ്സും ഞാൻ റെക്കോർഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ റീസെൻ്റ്ലി ഉണ്ടാക്കിയൊരു റെൻഡറാണിത്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് റീറ്റെയിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒബ്ജക്റ്റ് വരുന്നത്. ഇതൊന്നും ഞാൻ യൂട്യൂബിൽ കണ്ടില്ല പഠിക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതി റെക്കോർഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ജനറലിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് വ്യൂ പോർട്ട്. ഈ ഒരു ഫുൾ പേജാണ് വ്യൂ പോർട്ട്. ഇതിലൊരു ക്യാമറ ഉണ്ട്, ഡിഫോൾട്ടായിട്ടുള്ള ഒരു ലൈറ്റ് ഉണ്ട്. അതൊന്നും നമുക്കിപ്പോൾ വേണ്ട, എല്ലാം ഡിലീറ്റ് ആക്കാം. എക്സ് ക്ലിക്ക് ചെയ്ത് ഇതാണ് നമ്മൾക്ക് യൂസ് ചെയ്യുന്ന സെലക്ഷൻ ആരോ ആൻഡ് കഴ്സർ എവിടെ ഇരിക്കുന്നു അവിടേക്കാണ് ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യപ്പെടുന്നത്. ഇത് നമ്മളുടെ മൂവിങ് ടൂളാണ്. എക്സ് വൈ ആക്സസിൽ മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, റൊട്ടേറ്റിംഗ് ടൂൾ, സ്കെയില്. ഇതെല്ലാം വരുന്നത് ഒബ്ജക്റ്റ് മോഡിലാണ്. നിങ്ങളിപ്പം എന്തെങ്കിലും ഡൗട്ടുണ്ട് ChatGPTയോട് ചോദിക്കുമ്പോൾ വ്യൂ പോർട്ടിൽ ലെഫ്റ്റ് സൈഡിൽ പോകുമോ റൈറ്റ് സൈഡിൽ പോകുമെന്നാണ് പറയാം. വ്യൂ പോർട്ട് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ബേസിക്കലി അത് ഇത് തന്നെയാണ്. മുകളിലുള്ള ഓപ്ഷൻസ് ഒന്നും കണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ലേഔട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, റെൻഡർ വരെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഇനി എഡിറ്റ് മോഡ് ഉണ്ട്. അതിനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് ആഡ് ചെയ്യാനായിട്ട് Shift+A. അപ്പോൾ അവിടെ നമുക്കൊരു ഇത്രയും ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു. കഴ്സർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതവിടെ ആഡായി. ഇനി നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കഴ്സർ അവിടെ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കഴ്സർ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇത് നമ്മളൊരു ഒബ്ജക്റ്റ് Shift+A ആഡ് ചെയ്യുമ്പോൾ അതിവിടെയാണ് വരിക. ഓക്കെ, സോ അതിനെ നമുക്ക് നടുക്കായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഒറിജിനാണ് അതിന് ആ പോയിന്റിന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ കീബോർഡിലുള്ള Option+G ക്ലിക്ക് ചെയ്താൽ മതി. ഗ്രാവിറ്റി എന്നാണ് ജിയുടെ ഞാൻ ഓർത്ത് വെക്കുന്ന പോയിന്റ്. ഇത് നമുക്ക് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാം. സോ അപ്പം അങ്ങനെയാണ്. ഈ സാധനം എപ്പോഴും ഇവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇതിന് കുറച്ച് തിക്നെസ് കൂട്ടാം. അതിനായിട്ട് ഞാൻ ഇതിനെ എഡിറ്റ് മോഡിൽ പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു. എക്സ് ആക്സിസിലേക്കാണോ വൈ ആക്സിസിലേക്കാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. സോ എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ആക്സിസിലേക്ക് വേണമെങ്കിലും എക്സ്ട്രൂഡ് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെലക്ഷൻ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. വെർട്ടെക്സ് സെലക്ട് ചെയ്യാം, ലൈൻ സെലക്ട് ചെയ്യാം, ഫേസ് സെലക്ട് ചെയ്യാം. എഡിറ്റ് മോഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി ഇതൊക്കെ ആവശ്യം വരും. അതിന് മുന്നേ ഇപ്പോൾ ഇത് മീറ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു യൂണിറ്റ്സ് മാറ്റാനായിട്ട് യൂണിറ്റ്സിൽ പോയിട്ട് മീറ്ററിൽ നിന്നും സെൻറ്റിമീറ്റർ ആക്കുന്നു. സെലക്ട് ചെയ്യുന്നു എക്സ്ട്രൂഡ് 5, അല്ലെങ്കിൽ വേണ്ട 3. ഇത് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ കീബോർഡിൽ തന്നെ മാറ്റാം. ഇവിടെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് കാണാം അത് മാറുന്നത്. സോ 3 സെൻറ്റിമീറ്റർ ഞാൻ കൊടുക്കുന്നു തിക്നെസ്. ഇനി നമുക്ക് കുറച്ച് ഉയർത്തണം. ഇപ്പോൾ എഡിറ്റ് മോഡിൽ ഞാൻ ഒബ്ജക്റ്റ് മോഡിലേക്ക് മാറുന്നു.
ഗ്രാബ് എഡിറ്റ് മോഡിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഒബ്ജക്റ്റ് മോഡിലേക്ക് വരുന്നതിന് വേറെ റീസൺ ഉണ്ട്. ഗ്രാബ് ഫോർ ജി ആൻഡ് ഇസഡ് ആക്സസ് ഞാൻ കുറച്ച് ഉയർത്തുന്നു. Shift+A ഒരു പുതിയ മെഷ്, ഒരു പ്ലെയിൻ ആഡ് ചെയ്യുന്നു. ഈ ആഡ് ചെയ്ത പ്ലെയിനിനെ ഞാനിത് വയർ ഫ്രെയിം ആക്കുകയാണ്. വയർ ഫ്രെയിം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ലൈനായിട്ട് കാണാം. ഇത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതിലിത് വയർ ഫ്രെയിം, രണ്ടാമത്തേത് സോളിഡ് ആണ്, മൂന്നാമത്തേത് നമുക്ക് മെറ്റീരിയൽ പ്രിവ്യൂ കാണാൻ പറ്റും, നാലാമത്തേതിൽ നമുക്ക് റെൻഡർ ചെയ്ത് ഇത് കാണാം. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ നേരം കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഈ സിയിൽ ക്ലിക്ക് ചെയ്ത കറക്റ്റ് സി ആക്സിസിൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ പറ്റും. സോ ഞാനിതിനെ സ്കെയിൽ ചെയ്യാൻ പോകുന്നു. ഗ്രാബ് എസ്, സ്കെയിൽ ചെയ്ത് കുഞ്ഞിയാക്കാൻ പോകുന്നു. ഗ്രാബ് എസ്, ഗ്രാബ് എക്സ്, ഗ്രാബ് വൈ, Shift+D for duplicating, grab X, Shift+D, grab Y. കളർ നോക്കിയാൽ മതി, മനസ്സിലാവും. Shift+D, G, X. ഓക്കെ, നമുക്ക് വയർലൈൻ മാറ്റാം. ഈ ഇനി നമുക്ക് എഡിറ്റ് മോഡിൽ പോയിട്ട് ഈ കൊടുത്ത് എക്സ്ട്രൂഡ് ചെയ്യാം. You can see ഇപ്പം അതൊരു ഏകദേശം ടേബിളായല്ലോ. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കണം. ഇതൊരു മുറി പോലെയുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ, അപ്പോൾ നമ്മൾ Shift+A, പ്ലെയിൻ, സ്കെയിൽ വലുതാക്കുന്നു. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ റൊട്ടേറ്റ് ചെയ്യാൻ ഇവിടെ നമുക്ക് 90 കൊടുക്കാം. കറക്റ്റ്. ഗ്രാബ് Z, grab X, grab Z, grab Shift+D, grab Z. ഞാനൊരു സംഭവമാണ് കാണിച്ചു തരാം. Shift+A
ഒരു ക്യൂബ് എടുത്തു. ഈ ക്യൂബിനെ ഒരു ഡ്രോയർ പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഡിറ്റ് മോഡിൽ പോയിട്ട് ഫേസ് സെലക്ട് ചെയ്യാം, ഏത് ഫേസിലാണോ. അപ്പോൾ നമുക്കൊരു ഐ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് സ്കെയിലിൻ്റെ പോലെ വരും, ബട്ട് അത് ഇമേജിനുള്ളിൽ തന്നെ വരുള്ളൂ. ഒരു തിക്നെസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഡെപ്തിൽ ആ സെലക്ഷൻ അതങ്ങനെ ആയിട്ടുണ്ടാവും. ഈ ക്ലിക്ക് ചെയ്ത് Z ആക്സിസിലേക്ക് ക്ലിക്ക് ചെയ്താൽ അതൊരു ബോക്സ് പോലെ ആയിട്ടുണ്ടാവും. സോ ഇത് ചില സ്ഥലത്തൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. വേണമെങ്കിൽ അത് റെൻഡർ ചെയ്യാം എൻ്റെ കൂടെ ഇരുന്ന്. മൊത്തത്തിൽ ഇതിനെ ഒന്ന് ചെക്ക് മോഡിലേക്ക് പോയിട്ട് ഇതിനൊന്ന് സ്കെയിൽ ചെയ്യാം. ഗ്രാബ് എസ്, I'm not a pro. ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ പ്രോ ഒന്നുമല്ല, പക്ഷെ പഠിച്ച കാര്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, നമുക്കിനി കളർ കൊടുക്കാം. എന്നെ വളരെ ഇഷ്ടപ്പെട്ട് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ആഡ് ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലെൻഡറിൻ്റെ തന്നെ ഒരു ആഡ് ഓൺ ആണ്. ഞാൻ ആഡ് ചെയ്തേക്കാം ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇത് ഇവിടെ ഉള്ളതൊക്കെ മോഡൽസാണ്. ഞാനിപ്പോൾ മോഡൽസും കുറേ സാധനങ്ങളുടെ മോഡൽസ് കിട്ടും സെർച്ച് ചെയ്താൽ. ഞാനിവിടെ മെറ്റീരിയലാണ് എടുക്കുന്നത്. മെറ്റീരിയൽ എനിക്ക് ഫ്ലോർ, ഫസ്റ്റ് നമുക്ക് ഫ്ലോർ ഇടാം. ഫ്ലോറിൽ ഞാനൊരു വുഡൻ ഫ്ലോർ ഇടാൻ പോവാണ്. ഒരു വുഡൻ ഫ്ലോർ ഓക്കെ. ഇത് കാണുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇതിലേക്ക് വരണം. സോറി, എൻ്റെ തെറ്റാണ്. ഇത് കാണുന്നുണ്ടെങ്കിൽ തേർഡായിട്ടുള്ള വ്യൂ പോർട്ട് ഷെയ്ഡിങ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് വരണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, വേറൊരെണ്ണം കാണിച്ചു തരാം. ഈ ടൈലിടാം. ഇത് ഭയങ്കര കുനുകുനാന്നാണ്, എനിക്കിഷ്ടപ്പെട്ടു കാണാൻ. ഈ ടൈലിൻ്റെ സൈസ് ഭയങ്കര കുഞ്ഞി കുറച്ച് വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഷെയ്ഡിങ്ങിൽ പോവാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ നൂലുമാല പോലെ സാധനങ്ങൾ കാണാം. ഇവിടെ ഒന്നും പേടിക്കേണ്ട, അതൊക്കെ ആ ഷെയ്ഡിങ്ങിലുള്ളതാണ്. ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു പുതിയ സാധനം എടുക്കാം, വാല്യൂ. ഈ സ്കെയിലിൽ നിന്നൊരു നോഡുണ്ടല്ലോ, ആ നോഡിൽ ഇങ്ങനെ വെറുതെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സാധനം ചോദിക്കും, എന്താ വേണ്ടേ, വാല്യൂ. വെറുതെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ വാല്യൂവിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഇവിടെ അഡ്ജസ്റ്റ് ആവും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി ലേഔട്ടിൽ പോകുന്നു. ഭിത്തിക്ക് കളർ കൊടുക്കണം. ഇതിൻ്റെ ഫേവറേറ്റ് പരിപാടിയാണ്. അതിന് നമ്മൾ ഈ മെറ്റീരിയൽ പോകുന്നു. മെറ്റീരിയലാണിത്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഇതിങ്ങനെ ചെറുതായിട്ട് തൊട്ടാൽ മതി. ക്ലിക്ക് ചെയ്യാതെ തൊട്ടാൽ അതറിയാം.
മെറ്റീരിയൽ പോകുന്നു, ന്യൂവിൽ പോകുന്നു, കളർ ബേസ് കളർ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കളർ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് നമുക്ക് വോൾ കളർ കൊടുത്തു. ഇപ്പുറത്തതിൽ വന്നിട്ട് നമുക്ക് ഈ വോൾ കളർ ഇവിടെ എടുത്താൽ സെയിം കളർ തന്നെ വരും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനിയും നമുക്ക് കൊടുക്കാനുള്ളത് ടേബിൾ കൊടുക്കുന്നതിന് നമുക്ക് ഇതിന് ഗ്ലാസ് മെറ്റീരിയൽ കൊടുക്കാം. ഒരു മിനിയില്ല. ഓക്കെ, ഗ്ലാസ് കൊടുക്കാം. ഓക്കെ, എന്തോ ഒന്നായിട്ടുണ്ട്. ഓക്കെ, എന്താ ഒരു ബോക്സ് ആയിട്ടുണ്ട്, വിച്ച് ഐ ലൈക്ക് ഇറ്റ്. ഇനി നമുക്ക് ടേബിളിൻ്റെ ടോപ്പ് അവിടേക്ക് നമുക്കൊരു ഗ്ലാസ് വെക്കാം. ദിസ് ലുക്ക് പ്രിറ്റി. സോ നമുക്കിനിയും ആഡ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇരുട്ടത്. നമുക്കിനി വേണ്ടത് വെട്ടമാണ്. ഷിഫ്റ്റ്+A ലൈറ്റ്, പോയിൻ്റ് ലൈറ്റ്. ഈ ലൈറ്റ് അനങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ചെറിയ പ്രകാശങ്ങൾ കേട്ടോ. നമുക്ക് ഈ ഒരെണ്ണം എടുത്തതിനകത്ത് വെച്ച് നോക്കാം. ബിക്കോസ് മൈ പോയിൻ്റ് ഈസ് ഇതൊരു ലാമ്പ്. ഇത് മൊത്തത്തിൽ കാണാൻ എക്സ് ക്ലിക്ക് ചെയ്താൽ മതി. എക്സ് ഇതിൻ്റെ എക്സ്പോഷർ പവർ ഇല്ല. റേഡിയസ് ചെറിയ റേഡിയസ്. കുറച്ചൊരു ലൈറ്റ് നമുക്ക് ആഡ് ചെയ്യാം. കൺട്രോൾ എ ലൈറ്റ്, പോയിൻ്റ് ലൈറ്റ്, റേഡിയസ് കുറച്ച് കൂട്ടി. എക്സ്പോഷർ ഒരു ലൈറ്റ് ആഡ് ചെയ്യാം. കൺട്രോൾ ഡി. സണ്ണ് സ്പോട്ട് ലൈറ്റ്. സ്പോട്ട് ലൈറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഇൻറ്റൻസ് ഇങ്ങനെ മാക്സിമം ബ്ലെൻഡ്, റേഡിയസ്
എക്സ്പോഷർ. ഓക്കെ, ഒരു സ്പോട്ട് ലൈറ്റ് വെച്ച എഫക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു ക്യാമറ വെക്കാം. അതിന് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് എ, ക്യാമറ വന്നിട്ടുണ്ട്. പക്ഷെ ക്യാമറ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്കിതെവിടെ അടിപൊളി ഗ്രാബ് പോയി. ഇതെങ്ങനെ ഉണ്ടാവും, നമ്മൾ കാണാനെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. അത് നമുക്ക് ഈ ഒരു സ്ഥലത്തിനെ നമുക്ക് 3D വ്യൂ പോർട്ടായിട്ട് മാറ്റാം. എന്നിട്ട് ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെയാണ് ക്യാമറ കാണപ്പെടുന്നത്. ഇങ്ങനെയാണ് കാണുന്നത്. സോ അതിനെ നമുക്ക് മൂവ് ചെയ്യണം. കുഴപ്പമില്ല, പെർഫെക്റ്റ്. ഓക്കെ, ഏകദേശം എനിക്കിങ്ങനെ മതി എന്ന് ഉദ്ദേശിച്ച് ഞാൻ ആ ക്യാമറ സെറ്റ് ചെയ്തു. ഇതിന് മുന്നേ നമുക്കിനി റെൻഡർ ചെയ്യാനുള്ള റെൻഡർ സാധനങ്ങൾ സെറ്റാക്കാം. സോ റെൻഡർ ചെയ്യാനുള്ളത് പ്രോപ്പർട്ടീസ് ഇവിടെയാണ്. ഇതിൽ ഏത് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്? സൈക്കിളാണ് ഞാൻ എടുക്കുക. സൈക്കിളിൽ സെക്കൻഡ് ഫോർമാറ്റ്, അതിൽ ഏത് ഫോർമാറ്റിലാണ് വേണ്ടത്? PNG, JPEG, ക്വാളിറ്റി 100%. ഇത്രയും കൊടുത്ത് നമ്മൾ എവിടേക്കാണ് സേവ് ആക്കാണ്ട്? ഡെസ്ക്ടോപ്പിലേക്ക്. അതവിടെ സേവ് ആയില്ലെങ്കിൽ ടെമ്പിൽ പോയി സേവ് ആവുന്നത്. എന്നിട്ട് റെൻഡറിൽ പോയിട്ട് റെൻഡർ ഇമേജ് കൊടുത്താൽ ഇവിടെ നമുക്ക് കാണാം, ഇമേജ് റെൻഡർ ആവുന്ന കാണാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് റെൻഡറായിട്ട് കാണിക്കും. ഇവിടെ ഇത് കാണിക്കുന്നുണ്ട് എത്ര ശതമാനമായിന്ന്. കുറേ കാര്യങ്ങൾ ചെയ്യാം, പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇമാജിനേഷനാണ്. ദിസ് ഈസ് റിയലി ബേസിക് തിങ്സ്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ടും ഇതിൽ ആഡ് ഓൺസ് മിക്കതും ഫ്രീ ആണ്. പിന്നെ ഇതിലേക്ക് OBJ ഫയൽസ് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇല്ലസ്ട്രേറ്ററിൽ 3Dയിൽ എക്സ്ട്രൂഡ് ചെയ്ത് എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ എനിക്ക് ഉണ്ടാക്കാൻ കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇല്ലസ്ട്രേറ്ററിൽ തന്നെ നിങ്ങൾക്ക് അതിനെ എക്സ്ട്രൂഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഷേപ്പ് ആണെങ്കിൽ OBJ ഫയലായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് റെൻഡർ ചെയ്യാം. നല്ല റെൻഡറിൽ കിട്ടും. പിന്നെ അല്ലെങ്കിൽ അഡോബിൻ്റെ തന്നെ ഡയമെൻഷനിൽ അവിടെ റെൻഡർ ക്വാളിറ്റി നല്ലതാണ്. പക്ഷെ കുറച്ചും കൂടെ ഇവിടെ കുറേ പോസിബിലിറ്റീസ്, ലൈറ്റിംഗ് ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റാക്കാം. അവിടെ ലൈറ്റിംഗ് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് വെക്കാൻ പറ്റില്ല. ഇവിടെ ലൈറ്റിംഗ് നമുക്ക് ഓരോന്നിനും നല്ല ലൈറ്റിംഗ് കൊടുക്കാൻ ഫോക്കസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യൂ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ റിസൾട്ടുകൾ കാണാനുള്ള കൊതികൊണ്ട് നിങ്ങൾ ചെയ്ത വർക്കൊക്കെ ഇമെയിൽ ചെയ്ത് തരൂ. അല്ലെങ്കിൽ എനിക്ക് സ്റ്റിക്കറായിട്ട് ഇതിൽ യൂട്യൂബിൽ തന്നെ ഇടൂ. എന്തായാലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടിടൂ. ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു. നിങ്ങളുടെ സംശയങ്ങളാണ് എന്നെ കൂടുതൽ പഠിക്കാൻ പ്രേരണ. എന്തെങ്കിലും ഞാൻ ഇതിൽ മാറ്റങ്ങൾ വരുത്തണം. ഓഫ് കോഴ്സ് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ആദ്യത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടാകും. ബട്ട് ഐ റിയലി ലവ് ടു ടീച്ച് പീപ്പിൾ. അതുകൊണ്ട് ഇഫ് യു ലൈക്ക് ഇറ്റ്, താങ്ക് യു. ഇത് റെൻഡറായി കഴിഞ്ഞിട്ടുള്ള ഇത് ഞാൻ തമ്പനെയിലായിട്ട് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.